ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഈ ചൂടുള്ള സമയത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനും തന്നെ. എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങൾ മാത്രം മതി. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ അതെങ്ങനെ നോക്കിയാലോ? ആദ്യം തന്നെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമ്മൾ നേന്ത്രപ്പഴം ഇതുപോലെ നീളത്തിലൊന്ന് കീറിയിട്ട് ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ എത്ര നേന്ത്രപ്പഴമാണ് അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെച്ചിട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു 3 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറുതായിട്ട് കനം കുറച്ചിട്ടൊന്ന് കീറി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് നമ്മൾ അധികം കളറൊന്നും മാറാണ്ട് തന്നെ പഴം നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കുക. ബട്ടർ തന്നെ ചെയ്യുക കേട്ടോ. നെയ്യിൽ ചെയ്യുമ്പോൾ അത്രയും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ബട്ടറിൽ ചെയ്യുമ്പോഴാണ് കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. അപ്പോൾ വളരെ കുറച്ച് ബട്ടർ മതി. നമുക്കിതൊന്ന് വാട്ടിയെടുക്കാനുള്ളത് മതി കേട്ടോ. അപ്പോൾ നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുക. ചെറിയ തീയിലിട്ടിട്ട് ചെയ്താൽ മതി. അപ്പോൾ കളറൊന്നും മാറാണ്ട് തന്നെ നമുക്ക് നല്ല പോലെ തന്നെ വെന്ത് കിട്ടും. അപ്പോൾ 2 ഭാഗം നല്ല പോലെ വെന്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് പാനിൽ നിന്ന് കോരി മാറ്റാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കോരി മാറ്റിയതിന് ശേഷം നമ്മൾ വേറൊരു അടുപ്പത്ത് ഇതുപോലെ പാലൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ തീ ഓണാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരു 1/2 ലിറ്റർ പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ഇട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ സാധാരണ കസ്റ്റർഡ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ ഇട്ടതിന് ശേഷം നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് അതിൽ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർക്കുക. പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ തീ ഓണാക്കിയതിന് ശേഷം നല്ലപോലെ ഇതൊന്ന് വേവിച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി തീ ഓഫ് ചെയ്തിട്ട് നമ്മളിത് സെറ്റ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ചൂടോട് കൂടി തന്നെയാണ് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കസ്റ്റർഡ് വെറുതെ കഴിക്കാനും ടേസ്റ്റാണ്. അല്ലെങ്കിൽ ഫ്രൂട്ട്സൊക്കെ മിക്സ് ചെയ്തിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. ഇനി നമ്മൾ നേരത്തെ വാട്ടി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴത്തിൻ്റെ ഓരോ പീസ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചുരുട്ടിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി ഒന്ന് മുറിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പാകത്തിന് എല്ലാം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചുരുട്ടിയിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആ ഒരു പാത്രം നിറയെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ ഇതുപോലെ അവിടെ ഇവിടെ ആയിട്ട് വെച്ച് കൊടുത്താലും മതി. ഇനി ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് നട്ട്സോ അല്ലെങ്കിൽ ചോക്ലേറ്റോ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയൊരു പീസ് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഇതുണ്ട്, അതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചൂടോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിൽ കിടന്നിട്ട് തന്നെ ഒന്ന് മെൽറ്റ് ആയിക്കോളും. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് മെൽറ്റ് ചെയ്തിട്ട് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി നല്ല പോലെ ഇതൊന്ന് തണുപ്പിച്ചെടുക്കുക. തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് കോരി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ഈ പഴം കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. വളരെ ഈസിയാണ് ഉണ്ടാക്കാനും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.